ഹേയ് ഗൈസ്, ഇന്ന് ഡേറ്റ് 24 ഡിസംബർ 2024. ഒരുപാട് നാളത്തെ ആലോചനയ്ക്ക് ശേഷം, ഒരുപാട് നാളത്തെ പ്ലാനിങ്ങിന് ശേഷം, ഒരുപാട് നാളത്തെ റിസർച്ചിന് ശേഷം ഇന്ന് ഞാനൊരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ് ഗൈസ്. അതെ, ഞാൻ എൻ്റെ ഈ ഭാഗത്തുള്ള മുടികൾ കുറച്ചെടുത്ത് ഇങ്ങോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോവുകയാണ്. പെട്ടെന്ന് എന്നെ ഈ ഒരു ആംഗിളിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മുടി പോയിട്ടുണ്ടോ എന്ന് തോന്നും, പക്ഷെ ആക്ച്വലി ഉണ്ട് ഗൈസ്. ഇത് നോക്കൂ നിങ്ങൾ, ഇത് നോക്കൂ നിങ്ങൾ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നോക്കിയാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല ഗൈസ്. ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരുമ്പോൾ നിങ്ങളിത് കാണണം. ആക്ച്വലി ഒരു സെക്കൻഡ്, ഞാൻ കുളിച്ചിട്ട് ഇതാ വരുന്നു. ഓക്കെ, ഞാൻ കുളിച്ചിട്ട് വന്നു. ഇനി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്. ഞാൻ ഒന്ന് തല താത്തി കാണിച്ചു തരാം. ഇത് നോക്കൂ നിങ്ങൾ, കണ്ടോ? ഇത് ലൈഫ് സ്റ്റൈൽ കാരണം വന്ന കഷണ്ടി അല്ല ഗൈസ്, ഇത് ജെനറ്റിക്കലി എന്റെ പൂർവികർ എനിക്ക് തന്ന കഷണ്ടിയാണ് ഗൈസ്. അതായത് എന്റെ അച്ഛന്റെ സൈഡിലുള്ള എല്ലാവർക്കും നല്ല മുടിയാണ്, എന്നാൽ എന്റെ അമ്മയുടെ സൈഡിലുള്ളത് എല്ലാം കരിപ്പട്ടി തലയന്മാരാണ്. ഐ ആം ഓൾസോ ഗോയിങ് ടു ബി എ കരിപ്പട്ടി തലയൻ. ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യുന്ന ഒരാളെ അല്ലായിരുന്നു ഗൈസ്. പണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്, ഞാൻ ഭാവിയിൽ കഷണ്ടി ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എനിക്കൊരു കുരുല്ലാന്ന് പറഞ്ഞിട്ട്. പക്ഷെ അന്നൊന്നും ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഈ ഫീൽഡിലോട്ട് കാലെടുത്ത് വെച്ചിട്ടില്ലായിരുന്നു ഗൈസ്. സത്യം പറഞ്ഞാൽ കൊതിയാവും രാവിലെ ബിബിൻ ബ്രോയും രമേശ് ഏട്ടനും ഒക്കെ വന്നിട്ട് എന്നും പറഞ്ഞിട്ട് കയറി പോണ. എന്നതാണെങ്കിൽ ഒന്നുകിൽ മൊത്തത്തിൽ പോണം, അല്ലെങ്കിൽ മൊത്തത്തിൽ വേണം. ഇത് രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കുമ്പോഴത്തേക്ക് ഇത് കൊണ്ട് വെച്ചിട്ട് അവര് ഡ്രൈ ചെയ്ത് പോക്കി അതിന്റെ ഇടയിൽ പൊടിയൊക്കെ തട്ടി സിമെന്റ് ഇടണ കണക്ക് ഇത് ഇട്ട് വെച്ചിട്ട് വൈകുന്നേരം വരെ നിൽക്കണ ഒരു ഊപ്പാടുണ്ട് ഗൈസ്. അതിനെല്ലാം ഇന്ന് ഞാനൊരു സൊല്യൂഷൻ ആക്കാൻ പോവാണ് ഗൈസ്. പോയി ഒരു 14,000 മുടി പുറകിൽ നിന്ന് പറിച്ചെടുത്ത് ഫ്രണ്ടിലോട്ട് വെക്കും. അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ സെറ്റ്. എന്തായാലും അച്ഛനും അമ്മയൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ അസീസിക്കയുടെയും അർജുന ഷോവിന്റെ ഒക്കെ ചെയ്ത സെയിം ഡോക്ടർ തന്നെയാണ് എന്റെ തലയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഐ എം റിയലി കോൺഫിഡന്റ് ഇൻ ഹിം. അപ്പൊ പുള്ളിയുടെ ക്ലിനിക്കിലോട്ട് പോവാം, എന്നിട്ട് മുടി സെറ്റപ്പ് ആക്കാം ഗൈസ്. എത്ര കാലത്തെ ആലോചനയ്ക്ക് ശേഷമാണെന്നറിയാവോ ഈ സംഭവം ഞാൻ ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ഗോണ ബി ഗുഡ്, ലെറ്റ്സ് ഗോ. ഇതാ നോക്കൂ സുഹൃത്തുക്കളെ, നാട്ടിൽ നിന്നും എന്റെ പിതാശ്രീയും മാതാശ്രീയും വന്നിരിക്കുന്നു. അച്ഛാ, ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോവുകയാണ്. ടെൻഷൻ ഉണ്ടോ അമ്മ? ടെൻഷനൊന്നുമില്ല, മറ്റൊരു സ്ഥലത്തേക്ക് നടന്നൊരു ഏർപ്പാടല്ലേ. അതെ അതെ അതെ, അതിലുള്ള ഒരു ടെൻഷൻ മാത്രമേ. അച്ഛാ, തലയിൽ നടുന്നതിന്റെ കൂട്ടത്തില് ഞാൻ ഇത് പറഞ്ഞില്ല, ഇവിടെ എനിക്ക് ചെറിയൊരു പാച്ച് ഉണ്ട് മീശയില്. അതും കൂടെ ഫില്ല് ചെയ്താലോ നല്ലോണം ഞാൻ ആലോചിക്കുന്നുണ്ട്. അവിടെ ചെന്ന് ഡോക്ടറെ അടുത്ത് പറഞ്ഞു നോക്കാം. പുള്ളിക്കാരപ്പോ കുറച്ചും കൂടി ഇവിടെ കൂടെ നട്ട് തരട്ടെ. എന്താ സെറ്റപ്പ് ആക്കാം അല്ലേ? നിലവിലുള്ള ഫേസ് ഒന്ന് മാറും, കുറച്ചൊന്ന് മാറും. നെറ്റി താഴ്ന്നല്ലേ? നെറ്റി ഞാൻ ഇപ്പൊ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ സെയിം ലെവലിൽ, ഇതിന് താത്തുന്നില്ല, ഈ സെയിം ലെവലിൽ തന്നെ ഫില്ല് ചെയ്താൽ മതി. എനിക്ക് താഴോട്ട് വരുത്തണമെന്നില്ല. എനിക്ക് സെയിം ലെവലിൽ ഒന്ന് ഫില്ല് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ മതി. കാരണം എനിക്ക് വലിയ നെറ്റി എനിക്ക് ഇഷ്ടമാണ്. അല്ലേ? സെറ്റ് അല്ലേ? മാച്ച് ചെയ്യുന്ന വലിയ നെറ്റിയാണ്. അച്ഛന് തിരിച്ചത് ഓടിക്കോ അച്ഛാ? വീട് വരെ ഓടിക്കുമല്ലേ? ഓക്കെ, ഓക്കെ, സെറ്റ്. അപ്പൊ അങ്ങോട്ട് പോവാം ഗൈസ്. എനിക്ക് അറിയാം നിങ്ങൾക്ക് കുറെ ഡൗട്ടുകൾ കാണുമെന്ന്, എനിക്കും ഉണ്ട്. അതൊക്കെ നമുക്ക് പോവാ ക്ലിയർ ചെയ്യാം. കാരണം ഇത് ഒരുപാട് 100 ആൾക്കാർ ഇത് ചെയ്യുന്നതിന്റെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ആരൊക്കെ ചെയ്യുന്ന വീഡിയോ കണ്ടാലും നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് കണക്കല്ലല്ലോ. പിന്നെ എന്റെ തല എപ്പോഴും ഇന്റർനെറ്റിലും പുറത്തുമൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ഭാവി പ്രോഗ്രഷൻ എങ്ങനെയാണെന്ന് അറിയാനും എളുപ്പമാണ്. കാരണം എന്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ പോരെ, കാർത്തിക് ബ്രോ വന്ന് മുടി ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തല്ലേ, ഇപ്പൊ ഏത് കൊലമായി നോക്കാൻ എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു ലിവിങ് എക്സാമ്പിൾ ഓഫ് എ ഹെയർ ട്രാൻസ്പ്ലാന്റ് ആയിട്ട് അവിടെ തന്നെ കാണും ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ബെനിച്ചേട്ടാ പോയിട്ട് വരട്ടാ. ടാറ്റാ. അതെ, പോയിട്ട് വരാമേ. ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്തിട്ട് വരാം. ശരി ശരി. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ക്രിസ്മസ്. ഞങ്ങൾക്ക് കണ്ടാ മനസ്സിലാക്കണം. ഗ്ലാമർ കൂടി പോവല്ലേ എന്നാണ് ഉദ്ദേശിച്ചത്. ശരി, ടാറ്റ. നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ക്യൂട്ടിസ് ഇന്റർനാഷണലിൽ. ഇവിടെയാണ് നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റ് നടക്കാൻ പോകുന്നത്. കയറി വന്നോടെ നിർണായകമായ ഒരു ടെസ്റ്റ് നടത്തുകയാണ് സുഹൃത്തുക്കളെ. അനസ്തേഷ്യക്ക് അലർജി ഉണ്ടോന്ന് ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് വീട്ടിൽ പോവാം. പക്ഷെ ഫോർച്ചുനേറ്റ്ലി എനിക്ക് അനസ്തേഷ്യക്ക് അലർജി ഇല്ലായിരുന്നു ഗൈസ്. സോ അതിന്റെ ടെസ്റ്റും കഴിഞ്ഞിട്ട് ഞാനും അച്ഛനും അമ്മയും അവിടെ കുറച്ചൊരു കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഷജീർ ഡോക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് അച്ഛന്റെ ഈ മുടി എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല എന്നാണ്. എനിക്കതൊരു സംശയം. പാരമ്പര്യമായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ. ഒരു 10-12 കരിപ്പോട്ടുകൾ അതൊരു ബോധം. അതാണ് നിനക്ക് കുഴപ്പമില്ല, നമ്മുടെ മുടി അടിപൊളിയാണ്. ഞങ്ങൾ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമൊക്കെ ഡോക്ടർ ഒരു പ്രൊസീജിയറിലായിരുന്നു ഗൈസ്. പക്ഷെ അധികം വെയിറ്റ് ചെയ്യാതെ തന്നെ ഡോക്ടർ എത്തി ഗൈസ്. ഇതാണ് ഡോക്ടർ ഷജീർ. ഹലോ. ഡോക്ടറെ ഏൽപ്പിക്കുകയാണ് ഞാൻ എന്റെ തല. ഇത്രയും നേരം ഇവിടെ പ്രകൃതിയായ ഡിസ്കഷൻ ആയിരുന്നു. അച്ഛൻ ഒരുപാട് ഡൗട്ട്, അമ്മയ്ക്ക് ഒരുപാട് ഡൗട്ട്, എനിക്ക് ഒരുപാട് ഡൗട്ട്. ഞങ്ങളുടെ ഡൗട്ടുകളൊക്കെ ഡോക്ടർ ക്ലിയർ ചെയ്ത് തന്നിട്ട് തലയിൽ അത്യാവശ്യം മാർക്കിംഗ് ഒക്കെ ചെയ്തു. ഇത് ഒരു റഫ് ഔട്ട്ലൈൻ ആണ്. ഇതിലായിരിക്കും ഇനി കലാപരിപാടികളെല്ലാം നടക്കാൻ പോകുന്നത് അല്ലേ. കൂലങ്കഷമായ ചർച്ചയായിരുന്നു ഗൈസ്. നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും.
പ്രൊസീജിയറും കൂടിയാണ്. എപ്പോഴും ഒരു ഹറിബറി എന്നുള്ളൊരു സാധനം ചെയ്യുന്ന പോലെയല്ല, എന്റെ ലൈഫിലൊക്കെ ഒറ്റ തവണ നമ്മൾ പ്രോപ്പറായി ചെയ്യുള്ളൂ. ഭയങ്കര പ്ലാൻഡ് ആയിട്ട് കാരണം ഇത് കാർത്തി ആയതുകൊണ്ട് ചെയ്യും വേണം, കാരണം എപ്പോഴും ക്യാമറ ഫേസ് ചെയ്ത് ആ രീതിയിൽ നടക്കുന്ന ഒരാൾ 24 മണിക്കൂറും ക്യാമറയുടെ മുമ്പിലാണ് ഓൾമോസ്റ്റ്. ആ സ്ട്രെസ് ആ മുടിയിൽ കാണുന്നുണ്ട്. ആണല്ലേ? കാരണം ഈ തല കാണുമ്പോ എനിക്കിതിന് ഭയങ്കര സങ്കടമുണ്ട്. ഇല്ലേ? അച്ഛൻ എത്ര വയസ്സായ? 64 വയസ്സായി. അതാ ആ വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ടെക്സ്ചർ ഈ ഒരു പ്രായത്തിൽ ഇത്ര ക്വാളിറ്റി ഹെയർ ആൾക്കാർ ഈ ജനറേഷൻ, ഞങ്ങളുടെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ 40 വയസ്സായി ഞാൻ തീർന്നു. ഇനി കഷണ്ടി എന്നുള്ള അസുഖം അവർക്ക് മുടി ഉണ്ടാവില്ല, കാരണം അന്നത്തെ ഫുഡ് ഹാബിറ്റ്സും അന്നത്തെ ആക്ടിവിറ്റീസും പിന്നെ എവിടെ പോകുമ്പോഴും തല ചെയ്യിട്ടേ പോകാറുള്ളൂ അല്ലെ. ആ ഒരു സർക്കുലേഷൻ ഈ ഒരു ജനറേഷനിൽ ഇല്ല. ഈ ഒരു ജനറേഷൻ നല്ല മുടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർ ജസ്റ്റ് ഒന്ന് തൊട്ട് ഞാൻ കാലങ്ങളായി. അതെ, അവിടെ എന്താ വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. മുടി പോവാനത് ഒരു 10 വർഷം കഴിഞ്ഞ് പോവേണ്ട മുടി പെട്ടെന്ന് ആവുന്നത് നമ്മളെ കെയറിങ്ങും നമ്മളെ ആക്ടിവിറ്റീസുള്ള ഭയങ്കര മാറ്റം. നമ്മൾ ഭയങ്കര പേടിക്കും ആ മുടി പോകും. അച്ഛനും അമ്മയ്ക്കൊക്കെ ഗൈസ് ഇങ്ങനെ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് പ്രൊസീജിയർ എന്ന് കേട്ടുള്ള അറിവേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഒരു 100 ഡൗട്ട് ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ എനിക്കും കുറെ സംശയങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങളുടെ സംശയങ്ങളെല്ലാം ഡോക്ടർ വളരെ പേഷ്യൻസോട് കൂടി തന്നെ ഇരുന്ന് കേട്ടിട്ട് അതിനുള്ള കറക്റ്റ് റിപ്ലൈ തന്നെ ഞങ്ങൾക്ക് തന്നു. അപ്പോൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു വിധം ചില്ലായി. പാരമ്പര്യം ഈ സൈഡിൽ നിന്നല്ല, അല്ല ആ സൈഡിൽ നിന്നാണ്. അതെ, അമ്മ ഒന്നും മിണ്ടാതെ സൈഡിൽ ഇങ്ങനെ ഇരിക്കണം, ഇങ്ങോട്ട് വരല്ലേ. ആക്ച്വലി ഈ ഒരു ഡോണർ ഏരിയ അത്ര ഹൈ ക്വാളിറ്റി ഡോണർ ഏരിയ അല്ല. പണ്ട് പറഞ്ഞ പോലെ ആ ഒരു കട്ടിയില്ലാത്ത മുടിയിൽ നിന്ന് അല്ലെങ്കിൽ ആ മുടി കുറവിൽ നിന്ന് ഇങ്ങനെ വന്ന് കിടക്കുന്ന ആ ഒരു ക്വാളിറ്റി അവിടെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ക്വാളിറ്റിയാണ് നമ്മളെടുത്ത് ഇങ്ങോട്ട് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ഭാരി വലിച്ച് ഞാൻ ഇവിടുന്ന് ഒരു 4000 എബോ ഗ്രാഫ്റ്റ് ഒക്കെ എടുത്ത് ഇവിടുന്ന് ഫുൾ ഹെഡ് കവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവിടെ പാച്ചിങ് വന്നേക്കാം, ഇവിടെ കുറവ് വന്നേക്കാം. അപ്പോൾ എനിക്ക് മാക്സിമം നമ്മുടെ കേസിൽ എടുക്കാൻ പറ്റുന്ന ഒരു 3000 ഗ്രാഫ്റ്റ് ടു 3500 ഗ്രാഫ്റ്റ്. അത് നോക്കി മൈക്രോ പഞ്ചിൽ ഒരു എക്സ്ട്രാക്ഷൻ മാക്സിമം സേഫ് ഡോണർ ഏരിയയും കൂടെ നോക്കണം. ഇതിൽ ഏറ്റവും താഴ്ന്ന് എടുത്തിട്ട് കാര്യമില്ല, ഇത് ഭാവിയിൽ പോകുന്നതായിരിക്കാം. ഏറ്റവും അപ്പർ ലെയറിന്ന് എടുത്തിട്ടും കാര്യമില്ല, ഇതും ഭാവിയിൽ പോയതായിരിക്കാം. അപ്പോൾ അതൊന്നും പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിൽ ഒരിക്കലും പോവാത്ത കുറേ കാലം നിൽക്കുന്ന ഏരിയയിൽ നിന്ന് മാത്രം സെലക്ട് ചെയ്ത് വേണം എടുക്കാൻ. അത് ഞങ്ങൾ മാക്സിമം എടുത്തിട്ട് എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ പോകുന്നത് ഈ ഒരു ഏരിയയിൽ തന്നെയാണ്. ഇതിനൊരു എത്തിക്സ് ഉണ്ട്. നമ്മൾ ഈ ചില ആളുകൾ ഇവിടെ മാത്രം നല്ല ഹൈ ഡെൻസിറ്റിയിൽ ചെയ്യും. പണ്ട് നമ്മൾ ചെയ്തിരുന്നത് 4 വർഷം മുമ്പൊക്കെ ഇവിടെ വേണമെന്ന് പറയുമ്പോൾ ഇവിടെ അങ്ങ് ചെയ്തു. ഈ ക്വാളിറ്റി ഇട്ട് ഇവിടെ ചെയ്യുന്ന സമയത്ത് ഈ പരിസരത്തുള്ള മുടികളൊക്കെ കട്ടി കുറയുമ്പോൾ ഈ പഞ്ചാബിലെ ടെർബം കെട്ടി ഇവിടെ ഒരു പാട് പോലെ ഇങ്ങനെ കിടക്കും. ഞാൻ ഈ ഒരു ക്വാളിറ്റി എടുത്ത് ഇങ്ങോട്ട് ചെയ്യുമ്പോൾ, കാരണം ഇത് ഭയങ്കര കേളിയാണ്, ഇത് ഞാൻ തലേന്ന് എടുത്ത് നോക്കുമ്പോൾ ഇത് ഭയങ്കര സ്മൂത്ത് ഹെയറായി. അത് രണ്ടും കൂടി ഒരു ഡിഫറൻസിയേഷൻ ഫീൽ ചെയ്തു. പിന്നെ ഈ ഒരു ജോയിനിങ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഇത് ഓക്കെയാണ്, എനിക്ക് ഇവിടെ തന്നെ എടുത്തിട്ട് കുറച്ച് പ്ലേസ് ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ബിയേഡ് എനിക്ക് അത്രയും ഫാസ്റ്റർ റിസൾട്ടോ അത് ആരും അങ്ങനെ അറിയില്ല, അങ്ങനെ സെറ്റ് ചെയ്ത് വിടുകയും ചെയ്യാം. പക്ഷേ എത്രത്തോളം ബിയേഡ് വേണം എന്നുള്ളതൊന്ന് പറയുകയാണെങ്കിൽ ആരും അറിയില്ല. ഇതെടുത്തൊന്നും ആർക്കും മേക്കൗട്ട് ചെയ്യാനേ പറ്റില്ല. ആ രീതിയിൽ നമുക്ക് എടുത്തിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കേളി ഹെയറാണെങ്കിൽ ഞാനൊന്ന് ചിക്കെടുന്ന് ചുരുളണം എന്നുള്ളൂ, ഞാൻ ചെയ്യണം. കൂടെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഈ ഡൗൺവേർഡ് ആയിട്ട് മതി എന്നെങ്കിൽ ഇങ്ങനെ ഒരു കർവ് മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, ഇല്ലെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ലൈൻ കൊടുക്കാം. അത് ഏത് വേണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളെ വിഷ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. ഇതിങ്ങനെ സെറ്റായിരിക്കും. ഞാൻ കൊല്ലും, ഈ ഇഞ്ചക്ഷൻ മൊത്തം കൊടുക്കണ്ട. അത് അടുത്ത പ്രാവശ്യം പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇനി എന്താണ് അടുത്തത് നമ്മൾ പ്രൊസീജിയർ ഇപ്പോൾ ട്രിമ്മിങ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പോകണം. എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് പ്രൊസീജിയറിലേക്ക് മൂവ് ചെയ്യും. പിന്നെ നമ്മൾ ലോക്കൽ അനസ്തെറ്റിക് പരിപാടി ഉണ്ട്. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. എല്ലാം ഇങ്ങനെ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് ഗ്രാഫ്റ്റിങ്ങും പ്ലേസിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകും. ഇനി കുറച്ച് സമയം ഞങ്ങളെ കൂടെ. അതെ, ഒരു 7-8 മണിക്കൂർ എന്തായാലും ഞാൻ ഇവിടെ കാണും. പിന്നെ എൻ്റെ കൂട്ടത്തിൽ ഞാൻ മീശയും കൂടെ ഒന്ന് ജോയിൻ ചെയ്യിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വരച്ചിട്ടുണ്ട്. ഞാൻ പൊളിയായിരിക്കും കേസ്. കംപ്ലീറ്റ് ഗ്രോത്ത് വരെ എത്ര നാളെടുക്കും? ഹെഡിൻ്റെ മിനിമം ഒരു 6 to 8 months. ബിയേഡ് നമ്മൾ താടിയിൽ നിന്ന് എടുത്ത് വെക്കുന്നതുകൊണ്ട് അതിന് ഡിലേ ഒന്നുമില്ല. അത് പെട്ടെന്ന് വിത്തിൻ 1-2 months തന്നെ കവറേജ് വന്നു. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി പരിപാടികളിലേക്ക്. ഗ്രേസ് അനാട്ടമി മറ്റേ TV സീരീസിലൊക്കെയാണ് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് കണ്ടിട്ടുള്ളത്. ഞാനും ഇട്ടു സുഹൃത്തുക്കളെ. എന്തായാലും കൊള്ളാം. ഇനി അടുത്ത മുടി ട്രിം ചെയ്യുന്ന പ്രൊസീജിയറാണ്. പൊളിക്കും നമ്മളൊന്ന്. മീശയുടെ ഉണ്ടല്ലോ ഗൈസ്, ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ലൈന് വരച്ചേ. അപ്പോൾ അത് ഞാൻ വെറുതെ ഇങ്ങനെ ഇതെടുത്ത് ഫില്ല് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ് ഞാൻ സാബൂണിനെ കണക്കിരിക്കണം. എനിക്ക് സത്യമായിട്ട് ശരി വന്നത്. അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ എന്തെന്നറിയാമോ, ഇവിടെ കുറച്ച് ചെറിയൊരു പാച്ച് ഉണ്ട്, അത് മാത്രം ഫില്ല് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ്. എന്തായാലും ഇത് കഴിഞ്ഞിട്ടേ ഇതുള്ളൂ. അപ്പോൾ നമുക്ക് ആലോചിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. ട്രിം ചെയ്തു കുറേ നാളായല്ലേ നമ്മൾ മുട്ട അടിച്ചിട്ട്.
എൻ്റെ പഴയ മുടിയൊക്കെ പൊക്കൊണ്ടിരിക്കുക. കുറേ നാളായി ഞാൻ മുട്ട അടിച്ചിട്ട്. എങ്ങനെയുണ്ട് കേസ് എൻ്റെ മുട്ടടുപ്പ്? മുട്ട ശിവ കെട്ട ശിവ ആയോ ഞാൻ? തലയിലെന്താടാ ഭൂപടം? മുട്ടയടി അങ്ങനെ കഴിഞ്ഞിരിക്കണു ഗൈസ്. എൻ്റെ തലയിൽ എന്തോ വേൾഡ് മാപ്പൊക്കെ വരച്ച് വെച്ചൊരു ഫീലുണ്ട്. മുട്ട അടിച്ചിട്ട് അച്ഛനും അമ്മ കണ്ടു നോക്കാം. അവർ കണ്ടില്ലല്ലോ. പോയി മരച്ച് വെച്ചേക്കണത്. ഞാൻ പോയിട്ട് വരാം. നമുക്ക് പ്രൊസീജിയറിന് ഇറങ്ങി. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ തല താഴേക്ക് പൊസിഷൻ ചെയ്താണ് കിടന്നത്. എന്നിട്ട് ആദ്യം തന്നെ തലയിൽ ഇവർ നമ്മിങ് ക്രീം തേച്ചു. അത് എന്നിട്ട് ഇവർ ക്ലീൻ ചെയ്തു. അതിനുശേഷം ഡോണർ ഏരിയ കംപ്ലീറ്റ് ഇവർ മാർക്ക് ചെയ്തിട്ട് ഈ മാർക്ക് ചെയ്ത ഏരിയയിൽ നിന്നാണ് നമ്മുടെ മുടി എക്സ്ട്രാക്ട് ചെയ്യാൻ പോകുന്നത്. എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ലോക്കൽ അനസ്തേഷ്യ ആ ഡോണർ ഏരിയയിൽ ഇവർ ഇഞ്ചെക്ട് ചെയ്തു. കാരണം നമ്മാവണം, നമുക്ക് വേദനയൊന്നും അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ ശരിക്കും നമ്മളൊരു PRP ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ആ ഒരു ഫീലാണ് ഇത് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം ഇത് ഫുള്ളി നമ്മായി കഴിയുമ്പോൾ ഇവർ ഡോണർ ഏരിയയിൽ നിന്നും ഓരോ ഹെയർ ആയിട്ട് FUE എന്ന് പറഞ്ഞൊരു ഡ്രില്ല് വെച്ച് എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. അതായത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഡയമീറ്റർ വരുന്ന ഡ്രില്ല് വെച്ചിട്ട് നമ്മുടെ ഈ ഹെയർ ഫോളിക്കിളിന് ചുറ്റും ഒരു ചെറിയ ഹോൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഒരു 10-30 ഹോളൊക്കെ ആയി കഴിയുമ്പോൾ ട്വീസർ വെച്ചിട്ട് ഇത് ഓരോന്നായിട്ട് പ്ലക്ക് ചെയ്ത് പുറത്ത് മാറ്റും. ഈ എക്സ്ട്രാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പുറത്ത് ഈ എക്സ്ട്രാക്ട് ആയി കഴിഞ്ഞ ഫോളിക്കിൾസ് നെഴ്സസ് കൊണ്ടുപോയി ക്ലീൻ ചെയ്ത് എടുത്ത് മാറ്റി വെക്കും. മാക്സിമം കൂടുതൽ നല്ല ഔട്ട്പുട്ട് കിട്ടാനായിട്ട് നമ്മൾ സഫയർ ട്രീറ്റ്മെന്റ് ആണ് ചെയ്തേക്കുന്നത്. വൈകുന്നേരം 4:45 എൻ്റെ എക്സ്ട്രാക്ഷൻ കംപ്ലീറ്റ് കഴിഞ്ഞ ഗൈസ്. ഓൾമോസ്റ്റ് 4000 മുടിക്കുള്ള ഗ്രാഫ്റ്റ് എനിക്കറിഞ്ഞൂടാ. ഇനിയിപ്പോൾ എണ്ണി തീർന്നാലേ കറക്റ്റായിട്ട് അറിയുള്ളൂ. അവർ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. കിടന്ന് എൻ്റെ ഊപ്പാട് വന്ന് ഇങ്ങനെ കിടക്കുന്നു, ഇങ്ങനെ കിടക്കുന്നു, ഇങ്ങനെ കിടക്കുന്നു, ഇങ്ങനെ കിടക്കുന്നു. അത് കഴിഞ്ഞ് ഇവിടെയൊക്കെ മുടി പ്ലാന്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളിൽ ഡയറക്ഷൻ വൈസ് അവർ കറക്റ്റായിട്ട് പഞ്ചും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പൊത്തലിട്ടിട്ടുണ്ട്. ഇനി അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൊസീജിയർ ഫിനിഷ്. പക്ഷേ അതിന് ഇനി ഒരു 2-2.5 മണിക്കൂർ എടുക്കും. നിങ്ങൾ ഇവിടെ ഇരുന്ന് പോസ്റ്റ് ആയോ? ഇല്ലടാ, ഞങ്ങൾ പുറത്തു പോയി. സാനിറ്ററി വേസ്റ്റ് ഷോറൂം കാണുന്നതിന് വേണ്ടി ഹോം അപ്ഡേറ്റ്സ് അത് വരുന്നുണ്ട് ഗൈസ്. ഒരു കക്കൂസ് ഒരു കണ്ടത് 20 ലക്ഷം രൂപ വിലയായിരുന്നു. അതൊന്നും നമ്മൾ വാങ്ങൂല, അവിടെ കണ്ടതേ ഉള്ളൂ. 18 ലക്ഷം 20 ലക്ഷം. സന്തോഷം നിന്ന് കൊടുത്താൽ മാത്രം മതി. ബാക്കിയെല്ലാം ചൂടാക്കി റെഡിയാക്കി കഴിഞ്ഞു. ചൂടാക്കാൻ ദോശ ദോശം ഒരു ആവും. എന്തായാലും ഇനി ഒരു ഹാഫ് ആൻ അവർ ചായ കുടിച്ചൊന്ന് റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം ഇത് ഊരി ഇത് കംപ്ലീറ്റ് അവർ പ്ലാൻ ചെയ്യും. അത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോവാം. ഇല്ല സാർ, ഒന്നും അറിയില്ല. ആദ്യം ഒരു സെഡേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ ലോക്കൽ അനസ്തേഷ്യ എടുക്കുമ്പോൾ ചെറുതായിട്ട് അയ്യോ ഇത് ആരടാ, നീ എങ്ങനെ എത്തി ഇവിടെ, നീ എങ്ങനെ അറിഞ്ഞു ഇവിടെയാണെന്ന്? കണ്ടാച്ചാ അവൻ പൊത്ത നിക്കറ്, അവൻ പൊത്ത ചട്ടി, ഞാൻ പൊത്ത ഇടുമ്പോ അച്ഛന് പറയാം, അവൻ പറയുമ്പോ പറയാച്ചാ ഇല്ലടാ അവൻ ജീൻസിനെ വെട്ടി മാറ്റി പട്ടി ഓടിച്ചു. ഞാൻ നിന്നെ ഓടിക്കും പറ്റി. ഞങ്ങൾ ഇനി കുറച്ച് ഫാമിലി മാറ്റേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് വരാം ഗൈസ്. മുടി എങ്ങനെ കിളുക്കുമെന്ന് ഡിസ്കസ് ചെയ്യട്ടെ. ഒരു വേറിട്ട എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. പെയിനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് അറിയാം ഇവിടെ ഇങ്ങനെ ഇപ്പൊ ഇവിടെയാണ്, ഇപ്പൊ ഇവിടെയാണ്, ഇപ്പൊ ഇവിടെയാണ്, ഇപ്പൊ ഇവിടെയാണ്. അങ്ങനെ പതുക്കെ 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 മൊത്തത്തിൽ നമ്മുടെ ബാക്കിൽ നമുക്ക് 3500 ഗ്രാഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതിൽ ഡോക്ടർ പറഞ്ഞത് വെച്ചിട്ട് ഇവിടെ അത്യാവശ്യം നല്ല കവറേജ്, പിന്നെ അത്യാവശ്യം ഇത് കഴിയുമ്പോൾ മുടി കാണും എന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ നിഗമനം. എന്തായാലും ഇനി നമുക്ക് ഇവിടെയും കൂടെ ചെറിയൊരു പരിപാടിയുണ്ട്. പിന്നെ ഇത്രയും നേരവും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അടച്ചിട്ടില്ല. അപ്പൊ എന്റെ കത്തിവെപ്പ് എല്ലാം കേട്ടാ ഇവരെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്. പിന്നെ ഡോക്ടറുടെ മേൽനോട്ടം ഫുൾ ഉണ്ടായിരുന്നു. എന്തായാലും ശരിക്കും വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഡോക്ടർ. ഇതുപോലത്തെ ഒരു സംഭവം ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇതുപോലെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ കിടന്നു തന്നതും വളരെ കുറവ് ആൾക്കാരാണ്. ബട്ട് നമ്മുടെ ബ്രേക്കും നമ്മുടെ റിലാക്സ്ഡ് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ പോസ്റ്റ് എന്റെ അച്ഛനും അമ്മയാണോ. സത്യം, നിങ്ങളെക്കാളും ക്ഷീണം പുറത്തിരിക്കുകയാണ്. എന്തായാലും ഇനി ബാക്കി സെറ്റപ്പ് കൂടെ കഴിഞ്ഞിട്ട് ഞാൻ വരാം ഗൈസ്. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്.
തലയിൽ നമ്മൾ ചെയ്ത സെയിം പ്രൊസീജിയറാണ് ഗൈസ് താടിയിലും ചെയ്തത്. ഡോണർ ഏരിയ ട്രിം ചെയ്ത് ക്ലീൻ ചെയ്ത് ലോക്കൽ അനസ്തേഷ്യ ഇഞ്ചെക്ട് ചെയ്ത് അവിടെ നമ്മായപ്പോഴേക്കും ഹെയർ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് കറക്റ്റായിട്ട് ഗ്രോത്ത് വരേണ്ട ഡയറക്ഷനിൽ ഹോൾസ് ഇട്ടിട്ട് പ്ലാന്റ് ചെയ്തെടുത്ത്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ചെയ്ത ഡോക്ടേഴ്സിന് ഒരു ടാറ്റയും കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ താടി സെറ്റായി ഗൈസ്, നിങ്ങൾ കാണാവുന്നതാടാ. എൻ്റെ ഇവിടെ ഇത്രയും അവർ കവർ ചെയ്തേ, ഇവിടെ നിന്നാണ് താടി എടുത്തത്, എന്നിട്ട് ഇവിടെ കവർ ചെയ്തു. എൻ്റെ ഈ ചുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എനിക്കൊരു ഫീലില്ല. അനസ്തേഷ്യ എന്നതിനോട് സംസാരിക്കാൻ പറ്റൂല, പക്ഷെ നല്ലൊരു പരിപാടിയായിരുന്നു. ഇതൊക്കെ ഒരു 10 മിനിറ്റ് അരമണിക്കൂറെല്ലാം സെറ്റ് ആവും അല്ലേ? താടി ഇഷ്ടപ്പെട്ടു. ആക്ച്വലി എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നമ്മൾ വരച്ചപ്പം കുറച്ച് തിക്കായിട്ടിരുന്നെങ്കിലും ഇത് കറക്റ്റ് ഷേപ്പിന് വന്നു കേട്ടോ. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. താങ്ക് യു സോ മച്ച്. താടി തൊട്ടാതെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേ കണക്ക് തന്നെ പൊടിച്ചും കൂടെ വന്നു കഴിഞ്ഞാൽ സെറ്റാണ്. ഇതേ ഇക്വാലിറ്റി സാധനമാണ്. പൊളിക്കും നമ്മൾ എല്ലാം വിസിബിൾ ആയിട്ട് ഈ ഫേസ് അല്ലേ എല്ലാവരും ഡെയിലി കണ്ടോണ്ടിരിക്കുന്നത്. ഇതെല്ലാവർക്കും ഇവാലുവേറ്റ് ചെയ്യാനും പറ്റും. ഇതൊക്കെ ഒന്ന് പൊടിച്ചു കഴിയുമ്പോഴത്തേക്കും അമർച്ചിലോട്ടൊക്കെ പോയിട്ടൊരു ഷോ ഉണ്ട്. അതാണ് മെയിൻ. എന്തായാലും പോയിട്ട് ഡോക്ടർ. ഇല്ല പെയിനൊന്നും ഇല്ല. ഓക്കെയാണ്. തലന്റെ ഹെവിനെസ്സും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇതും ഒരു മാക്സിമം അരമണിക്കൂർ കൊണ്ട് അതെല്ലാം ഓക്കെ ആവും അല്ലേ? നേരെ ട്രിവാൻഡ്രത്ത് പോവാ. വേറെ ഒന്നും കേൾക്കില്ല. എനിക്ക് വേണ്ടി അങ്ങ് ഷാർജന്ന് ദുബായിന്ന് അങ്ങാണ്ട് വന്നതാണ്. അതിന്റെ ഒരു സ്നേഹം കൂടുതലായിട്ടും ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇത് വാഷ് ചെയ്യാൻ ട്രിവാൻഡ്രത്ത് നമ്മുടെ ക്യൂട്ടിസിൽ പോയാൽ മതിയല്ലോ. ഇനി ബ്രാഞ്ച് എവിടെ പോയാലും ഒക്കെ ടീം എല്ലാം സെയിം ആണ്. എല്ലാം അങ്ങോട്ടും കണക്ട് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ അപ്ഡേറ്റ്സ് ഉണ്ടാവും. എവിടെയാണെങ്കിലും എനിക്ക് അപ്ഡേറ്റ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും. എന്തെങ്കിലും അപ്പൊ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം അച്ഛനെ അമ്മയും കാണിച്ച് അവർക്കൂടെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തിട്ട് ഇനി വരാൻ പോകുന്ന 10 ഡേയ്സ് എന്തൊക്കെയാണ് കൃത്യമായിട്ട് ചെയ്യാനുള്ളതെന്ന് അവർ അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അതിനുശേഷം നമ്മൾ പതുക്കെ ഇറങ്ങി ഗൈസ്. ഇനി നമുക്ക് നേരെ ട്രിവാൻഡ്രത്ത് നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടെന്ന് നാളെ വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ആദ്യത്തെ ദിവസമാണ്. ഇതുപോലെ ഈ സലൈൻ സൊല്യൂഷൻ തലയിലും ഈ പാർട്ടിലും അടിച്ച് ഫോഴ്സ്ഫുള്ളി സിറിഞ്ച് വെച്ച് അടിച്ച് ക്ലീൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലീൻ ചെയ്തിരിക്കുന്നു. പിന്നെ തുടയ്ക്കാനൊന്നും പറ്റില്ല, കാരണം തുടച്ചു കഴിഞ്ഞാൽ ഗ്രാഫ്റ്റൊക്കെ അതിൻ്റെ കൂടെ പോകും. ഫസ്റ്റ് ഡേ ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഗൈസ് തലയിരിക്കുന്നത്. ഒരുവിധം ഇത് വെച്ച് വാഷ് ചെയ്തപ്പോഴത്തേക്കും തലയിലുണ്ടായിരുന്ന മറ്റേ ബ്ലഡ് സ്റ്റെയിൻസും മരുന്നിൻ്റെ സ്റ്റെയിൻസും എല്ലാം പോയി. ഇനി നാളെ പോയി സെക്കൻഡ് ഡേ ഇത് ഇളക്കും. നാളെ നമ്മൾ ഇത് ഇളക്കും. അപ്പോൾ നാളെ വരാം. ഹേ ഗൈസ്, ഇന്ന് പ്രൊസീജിയർ കഴിഞ്ഞ് സെക്കൻഡ് ഡേ. ഇന്ന് നമ്മൾ ക്ലിനിക്കിൽ പോയിട്ട് ഈ ബാൻഡേജ് അഴിച്ച് കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്യും. ഇതാണ് ഇപ്പോൾ തലയിരിക്കുന്നത്. ചെറിയ ചൊറിച്ചിലുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ആ മുടി പൊടിച്ചതിൻ്റെയും ബാക്കിൽ സ്ഥലം പൊറുക്കുന്നതിൻ്റെയും ചെറിയൊരു ചൊറിച്ചിലുണ്ട്. പക്ഷേ ഗുഡ്, ഫീലിംഗ് ഗുഡ്. ക്ലിനിക്കിൽ ചെന്ന് ബാൻഡേഡ് അഴിച്ചപ്പോൾ ഉണ്ടല്ലോ ഗൈസ്, ശരിക്കും പറഞ്ഞ ഒരു ഫുട്ബോൾ കണക്കിന് ഒരു ചെറിയ നീരുണ്ടായിരുന്നു അതിൽ. പക്ഷേ അത് നോർമലാണ്. ഈ പ്രൊസീജിയർ കഴിയുമ്പോൾ ഇതെന്തായാലും വരും എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാൻഡേജ് ഊരിയപ്പോൾ നമുക്ക് പക്ഷേ ശരിക്കും കറക്റ്റായിട്ട് നമ്മുടെ ഡോണർ ഏരിയ ഏതാണ് എന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ബാക്ക് സൈഡിൽ. താടി ഇവിടുത്തെ വേദനയൊക്കെ പോയി 3-ാമത്തെ ദിവസമായപ്പം. അപ്പം നോർമൽ പോലെ തന്നെ ഉണ്ട്. വലിയ വ്യത്യാസമൊന്നും തോന്നണില്ല എനിക്ക്. തല ഇവിടെ എനിക്ക് നല്ല ചൊറിച്ചിൽ വരും ഇടയ്ക്കിടയ്ക്ക്. ഇങ്ങനെ ചൊറിയാൻ തോന്നും. പക്ഷേ ഓരോ ഗ്രാഫ്റ്റും വെക്കാനെടുത്ത വേദന ഓർക്കുമ്പോൾ ചൊറിയല്ലേ എന്ന് മനസ്സിലും വരും. അതുകൊണ്ട് അതങ്ങനെ പോകുന്നു കേസ്. പിന്നെ ബാക്കിൽ ഡോണർ ഏരിയ ഇപ്പോഴും കുറച്ച് സെൻസിറ്റീവാണ്. എന്നാലും കുഴപ്പമില്ല, വേദന ഒരുവിധം കുറഞ്ഞ്. 4-ാമത്തെ ദിവസമായപ്പോൾ നീര് ഇവിടോട്ട് ഇറങ്ങി ഗൈസ്. ഈ ഭാഗത്ത് നീരുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ കണ്ടോ ചെറുതായിട്ട് മറ്റേ മോട്ടുമുയലിന് വഴി കാണിക്കുന്ന പോലെ ചെറിയൊരു ഗ്യാപ്പൊക്കെ വന്നത്. അവർ പറയുന്നത് സ്കാൾപ്പ് റിക്കവർ ആവുന്നതിന്റെ ഭാഗമായിട്ട് വന്ന ഇതാണെന്നാണ്. അതല്ലാതെ ഇവിടെയൊക്കെ മുടി അത്യാവശ്യം പൊടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ചെറിയൊരു റെഡീഷ്നെസ് മാത്രമേ ഉള്ളൂ. ഡേ 4 അപ്ഡേറ്റ് അതാണ് ഗൈസ്. പിന്നെ ബാക്കിൽ ഒരുവിധം ഇവിടത്തെ മുടിയൊക്കെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു, റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നു. ബാക്കിലെ വേദന ഒരുവിധം കുറഞ്ഞു. ഇവിടെ മാത്രം ഇപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ചെറിയൊരു ഇങ്ങനത്തെ ഒരു സംഭവം വരുന്നു. ഡേ 5 ആയപ്പോൾ ഡോണർ ഏരിയ ഒക്കെ നന്നായിട്ട് റിക്കവർ ആവുന്നുണ്ടായിരുന്നു. അവർ ഇൻസ്ട്രക്ട് ചെയ്ത പോലെ മോർണിംഗും ഈവനിങ്ങും ഒക്കെ ഓയിൻമെന്റ് പുരട്ടി നമ്മൾ കൃത്യമായിട്ട് പ്രൊസീജിയർ എല്ലാം ഫോളോയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ തന്നെ നമ്മൾ 10 ഡേയ്സ് പോയി ഗൈസ്. ഡേ 11 ഇന്നാണ് ഗൈസ് എന്റെ ഹെഡ് വാഷ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോ ഓൾമോസ്റ്റ് ഇവിടെ നിന്ന് പുരുക്ക കണക്കിന് ഇത് ഇളകി തുടങ്ങി. 2-3 ദിവസമായിട്ട് ഇത് ഇളകിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോ ഇത് ഓൾമോസ്റ്റ് ഇളകി തീരാറായി. അപ്പൊ എനിക്ക് തോന്നുന്നു ബാക്കിയും കൂടെ ഇന്ന് അവര് വാഷ് ചെയ്യുമെന്നാണ് എന്റെ ബലമായ വിശ്വാസം. കണ്ടോ, ഇത് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ കണ്ടോണ്ടില്ലേ, അതുകൊണ്ട് ഈ കറുത്ത പൊട്ടുകൾ കണ്ടോ, ഇതിങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും. കണ്ടോ, ഒരു 3-4 ദിവസമായിട്ട് ഇത് ഫുള്ള് ഇളക്കം തന്നെയാണിത്.
രണ്ടാഴ്ച ഉണങ്ങി അത് സ്കാബോ ക്ലാപ്പോ ക്ലൂപ്പോ അങ്ങനെ എന്തോ ഒരു ക്ലാപ്പാണ് ഇത്. അപ്പൊ ഇത് ഇന്ന് ഹെഡ് വാഷ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോർമലായിട്ട് പുറത്തിറങ്ങി നടക്കാം. തല വിയർത്താലും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ താടി നിങ്ങൾ നോക്കണേ, ഇത് ദൂരം നോക്കുകയാണെങ്കിൽ അവിടെ താടി നമ്മൾ വെച്ചതായിട്ട് വലുതായിട്ട് ഫീൽ ചെയ്യത്തേയില്ല. പക്ഷെ ഈ കുത്തിയിടത്തൊക്കെ ഇപ്പോഴും സ്കിന്ന് ചെറുതായിട്ട് ചുവന്ന് കിടപ്പുണ്ട്. പിന്നെ രോമം അത് ഓൾമോസ്റ്റ് പൊടിച്ച്. ഇത് ഷേപ്പ് ചെയ്യുമ്പോൾ കറക്റ്റ് സെറ്റായിട്ട് വരും. അവിടെ നിന്ന് മറ്റേ എടുത്ത സ്ഥലത്തും രോമം വന്നു തുടങ്ങി. അത് ഒരു വലിയ പാച്ച് പോലെ കിടക്കണം. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ തലയുടെ കണ്ടീഷൻ. ഇനിയിപ്പോൾ നമുക്കിത് വാഷ് ചെയ്യാം. ക്ലീൻ ചെയ്തിട്ട് വന്നപ്പോ ഉണ്ടല്ലോ ശരിക്കും ഒരു മുട്ട അടിച്ചിട്ട് നിൽക്കണ ഫീലിംഗ്. മേളിൽ നിന്ന് സാധനങ്ങളൊക്കെ പോയി എനിക്കിപ്പോ പഴയതുപോലെ കഥടാ പൊളിച്ച്. പിന്നെ ബാക്ക് സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ മുടി എടുത്ത ഭാഗത്ത് ചെറുതായിട്ടൊരു ലൈറ്റ് ഷെയ്ഡ് ഇല്ല. അത് മുറിവ് ഉണങ്ങി വരുന്നതിന്റെ ഒരു ഇതാണ്. അത് കൂടെ കുറച്ച് മുടി കൂടെ വളർന്നു കഴിഞ്ഞാൽ അവിടെയും കവറാവും, ഇവിടെയും കൂടെ വളർന്നു കഴിയുമ്പോൾ ഇതും കവറാവും എന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. എന്തായാലും എന്തൊരു സുഖം എടുത്തേ. ഓക്കെ, ഇനി ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ വരാം. അത് കഴിഞ്ഞ് നേരെ ഞാൻ എറണാകുളത്ത് പോയി എൻ്റെ ഉള്ള മുടിയിലും എൻ്റെ ഉള്ള താടിയിലും ഷേപ്പ് ചെയ്യാനായിരുന്നു ഗൈസ് എൻ്റെ ഉദ്ദേശം. ഷേപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇന്ന് 14ാമത്തെ ദിവസമാണ്. പൊന്നെ ഗൈസ്, എന്റെ തലയൊക്കെ ഇപ്പൊ ഉണ്ടല്ലോ. ഇന്ന് ഞാൻ നോക്കിയപ്പോ ബാക്കിൽ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് മുടി എടുത്തതായിട്ട് ചെറുതായിട്ട് മനസ്സിലാവും. പക്ഷെ കുറച്ചുകൂടെ മുടി വളർന്നു കഴിഞ്ഞാൽ അവിടെ സെറ്റാണ്. ഫ്രണ്ടൊക്കെ നോക്കിയപ്പോ ഉണ്ടല്ലോ ഗൈസ്, ഇത് കണ്ടവരെല്ലാം ഭയങ്കര നല്ല അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസം. ഇത് ഞാൻ ഇത്രയും അടിപൊളിയായിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചതേ ഇല്ല കേട്ടോ. മറ്റേ സാധനം പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അതാ മുടിയൊക്കെ അടിപൊളിയായിട്ട് നോർമലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി വരുന്ന ഒരു 2 മാസത്തിൽ ഇതിനകത്ത് കുറേ മുടി കൊഴിഞ്ഞു പോകും എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ റൂട്ട് അവിടെ തന്നെ കാണും, തിരിച്ചും പൊടിച്ചു വരും. താങ്ക് യു സോ മച്ച് ഷജീർ ഡോക്ടർ, മിറാക്കിൾ വർക്കർ, സത്യം. ഹേ ഗൈസ്, ഇപ്പോ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് എക്സാക്ട്ലി 1 മാസവും 9 ദിവസവും കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴത്തെ എൻ്റെ തലയുടെ ലുക്ക് ഇതാണ് ഗൈസ്. ബാക്കിൽ നമ്മൾ മുടി വെച്ച സ്ഥലത്ത് അത് ഓൾമോസ്റ്റ് നല്ല രീതിക്ക് തന്നെ വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് മുടി എടുത്തുന്ന ഒരൊറ്റ മനുഷ്യന് മനസ്സിലാവൂല. പിന്നെ ഫ്രണ്ടിലും നമ്മുടെ ഈ ഉച്ചിയുടെ ഭാഗത്തും ഒക്കെ മുടി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അടുത്ത് പറഞ്ഞത് പ്രകാരം മുടി വെച്ച് 2 മാസത്തേക്ക് വെച്ച മുടിയിൽ മെജോറിറ്റിയും കൊഴിഞ്ഞു പോകും. അങ്ങനെ ഇപ്പോൾ കൊഴിഞ്ഞു പൊക്കോണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ്. എന്നാൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കവറേജ് വരുന്നുണ്ട്. നേരത്തെ കണ്ടുകൊണ്ടിരുന്ന മെയിൽ പാറ്റേൺ ബോൾനെസ്സിൽ ഈ ഒരു ക്രോൺ ഏരിയയിൽ ഡോക്ടർ പറഞ്ഞ പോലെ എത്തിക്കലി അധികം ഫോക്കസ് ചെയ്തിട്ടില്ല. പക്ഷെ ബാക്കിയുള്ള ഏരിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ നിന്ന് ഈ ഭാഗം വരയ്ക്ക് നല്ല രീതിയിൽ കവറേജ് വന്നു. അപ്പോൾ ഒന്ന് കുറച്ച് മുടി വളർന്നു കഴിഞ്ഞാൽ നമ്മൾ കോതി വെച്ച് കഴിയുമ്പോൾ ഇതറിയാനേ പോണില്ല അവിടെ മുടി ഉണ്ടെന്നോ ഇല്ലെന്നോ. എന്തായാലും പൊളിക്കാച്ച് സാധനം ഗൈസ്. ഞാൻ ഈ 1 മാസം 9 ദിവസം കഴിയുമ്പോൾ ഐ എം റിയലി സാറ്റിസ്ഫൈഡ്. ആൻഡ് ഒരു കാര്യം എനിക്ക് എടുത്ത് പറഞ്ഞു പറ്റൂ, താങ്ക് യു സോ മച്ച് ക്യൂട്ടീസ് ഇന്റർനാഷണൽ. ഇത്രയും അടിപൊളിയായിട്ട് എൻ്റെ തലയിൽ നിങ്ങൾ വർക്ക് ചെയ്തു തന്നതിന്. ഷജീർ ഡോക്ടർ, താങ്ക് യു എക്സ്ട്രാ സോ മച്ച്. ഇത്രയും നേരം എടുത്ത് എൻ്റെ തലയിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തതിന്. എന്തായാലും ഇനി ഇതിനെക്കുറിച്ച് ഫർദർ അപ്ഡേറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് മെൻഷൻ ചെയ്യുക. ഇതിൻ്റെ വേണമെങ്കിൽ ഒരു Q&A സെഷൻ നടത്താം. നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട്. എന്തായാലും ആസ് ഓഫ് നോ ഐ എം റിയലി സാറ്റിസ്ഫൈഡ്. എൻ്റെ തല കുറച്ച് ദിവസം കഴിയുമ്പോൾ മുടിയൊക്കെ വളർന്ന് നോക്കിക്കോ. ശേഷം പല സ്റ്റൈലിലൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ബമ്പർ ചിരിയിലൊക്കെ ഇങ്ങനെ ഓടിച്ചാടി നടന്ന് ഉച്ച കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇതാണ് അപ്പോൾ എൻ്റെ ഹെയർ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഹെയർ റീഗ്രോത്ത് ജേണി. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ പറയൂ ഗൈസ്. ആൻഡ് വൺസ് അഗെയിൻ ക്യൂട്ടീസ് ഇന്റർനാഷണൽ, നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും കോൺടാക്ട് ദം. ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് ഹൃദയത്തിൽ നിന്ന് പറയുന്നതാണ് ഗൈസ്, കാരണം അത്ര നല്ലതായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ബൈ ബൈ.